ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഗായ്സ്, ഈ ചകിരിത്തല പോലെ കിടക്കുന്ന ഹെയർ എങ്ങനെ ഷൈനി ഹെയറാക്കി മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല റിസൾട്ടാണ് ഗൈസ്. എല്ലാവരും ലാസ്റ്റ് വരെ കാണുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. എൻ്റെ ഹെയർ ആണെങ്കിൽ നല്ല ഫ്രിസിയാണ്, ഒരു കേളി ഹെയറാണ്. എൻ്റെ പോലത്തെ കേളി വേവി ആയിട്ടുള്ള ഹെയറുകാർക്ക് ഈ ഹെയർ പാക്ക് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഹെയർ ചട പിടിച്ച് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഈ ഹെയർ പാക്ക് ഹെയറിന് സ്ട്രെങ്ത് വെക്കാനും ഹെയർ ഷൈൻ ചെയ്യാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ മുടി നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ ഈ ഹെയർ പാക്ക് ഹെൽപ്പ് ചെയ്യും ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. ആദ്യം നമ്മളൊരു ഏത്തപ്പഴവും മുട്ടയും കറ്റാർവാഴ ജെല്ലും കൂടി ഒരു മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എഗ് വൈറ്റ് മാത്രമാണ്, കാരണം ഈ മുട്ടയുടെ മഞ്ഞ യൂസ് ചെയ്താൽ നല്ല നാറ്റടിക്കും ഗൈസ്. അടുത്തിരിക്കുന്നവരൊക്കെ ഓടും. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ മുട്ടയുടെ മഞ്ഞ എടുക്കുന്നത്. പിന്നെ ഒരു കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ എടുക്കുക ഗൈസ്. പിന്നെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിച്ചെടുത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം സ്കൂളിൽ പോകുന്നതും അല്ലെങ്കിൽ കോളേജിൽ പോകുന്നതും ഓഫീസിൽ പോകുന്ന ആരാണെങ്കിലും ശരി, നമുക്ക് ഹെയറിൽ ഇങ്ങനെ പൊടിയായിട്ട് പറ്റി പിടിച്ചിരിക്കും. ഈ ഹെയർ പാക്ക് ഒക്കെ യൂസ് ചെയ്ത് ഇതും പിന്നെ ഉലുവ കൊണ്ടുള്ള ഹെയർ പാക്ക്, ഒട്ടുമിക്ക എല്ലാ ഹെയർ പാക്കും യൂസ് ചെയ്യുമ്പോൾ അരിക്കാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഹെയറിൽ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഹെയറിൽ അങ്ങനെ, പ്രത്യേകിച്ച് ഈ കേളി ഹെയറിലൊക്കെ നമുക്ക് ഈരിക്കളയാൻ പറ്റില്ലല്ലോ, അത് പറ്റിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും. സോ നമ്മൾ അരിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ആ ഹെയർ പൊടിയൊന്നും കാണാതെ നല്ല സ്മൂത്തായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് കാര്യം, ആദ്യമേ നമ്മളൊന്ന് ഓയിൽ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഓയിൽ മസാജ് ചെയ്തുകൊണ്ട് ഞാനൊന്ന് എണ്ണ തേച്ച് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും എണ്ണ തേച്ച് നല്ലോണം സ്കാൽപ്പിൽ ഇങ്ങനെ മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ നല്ലോണം ഗ്രോത്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനെപ്പോഴും ഒരു ആഴ്ചയിൽ 3 വട്ടമായിരിക്കും കുളിക്കുന്നത്. മേ ബി അത് 4 or 5 ഒക്കെ ആവാം. പക്ഷേ ഞാൻ കുളിക്കുന്ന ടൈമിലൊക്കെ എണ്ണ തേച്ച് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഹോസ്റ്റലിലാണ് ഗൈസ്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഹെയർ കെയർ ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ വീട്ടിൽ വരുമ്പോഴാണ് സാധാരണ ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യാറുള്ളത്. അവിടെ വെച്ചിട്ട് ഞാൻ ഓരോ ഹെയർ പാക്ക് നാച്ചുറൽ അല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറ്. എന്നാലും ഞാൻ അങ്ങനെ ഹെയർ പാക്കൊന്നും ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഞാൻ ഫുൾ എണ്ണ തേച്ച് മസാജ് ചെയ്തിട്ട് നമ്മളൊന്ന് ചട കളഞ്ഞു കൊടുക്കുകയാണ്. ഹെയറിലെ എല്ലാ കുടുക്കും മാറ്റിയെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനിവിടെ ഒരു ചീപ്പ് നല്ല വിടവുള്ള ചീപ്പാണ് എടുത്തിരിക്കുന്നത്. കേളി ഹെയറും പിന്നെ എല്ലാ ഹെയറിനും എനിക്ക് തോന്നുന്നു നല്ലത് ഈ വിടവുള്ള ഹെയർ ആയിരിക്കും. കാരണം പൊട്ടിപ്പോവാൻ ചാൻസ് കുറവാണ് ഈ നല്ല വിടവുള്ള, പല്ലിന് വിടവുള്ള ചീപ്പ് മേടിച്ച്. അതൊന്ന് ശ്രദ്ധിക്കണം ഗൈസ്, എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ചട കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മേളിൽ നിന്ന് ചട കളഞ്ഞ് വരുവാണെങ്കിൽ താഴെ വരുമ്പോൾ നല്ല കുടുക്കായിട്ട് അത് ഫുള്ള് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ആദ്യമേ താഴെ നിന്ന് തന്നെ ചട കളഞ്ഞ് കുടുക്ക് മാറ്റി എന്നിട്ട് മേളിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ നല്ലോണം ചടയും പോകും, എന്നാൽ മുടിയൊന്നും പൊട്ടത്തുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. എൻ്റെ ട്രിക്കൊക്കെയാണത്. ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നന്നായി ഒന്ന് ചട കളഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇവിടെ ഇതെല്ലാം കൂടി അരിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓ ഗൈസ്, അപ്പോൾ ഇച്ചിരി എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് എല്ലാം ഹെയറിലും ഇത് ഈവൻലി അപ്ലൈ ചെയ്തിട്ട് റൂട്ട് തൊട്ട് ഹെയറിൻ്റെ ടിപ്പ് വരെ ഫുള്ളി അപ്ലൈ ചെയ്യണം. ഹെയർ ലെങ്ത് അനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാം. അതായത് ഇപ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കുന്നതായിരിക്കും ഗൈസ് നല്ലത്. അതാകുമ്പം കൂടുതൽ നല്ല
ഹൈഡ്രേഷൻ കിട്ടും, ഹെയറിന് നല്ല ഹൈഡ്രേഷൻ കിട്ടും. സോ നല്ലോണം പഴുത്ത് ഒരു കറുപ്പ് കളറൊക്കെ ആവില്ല ഏകദേശം ആ പരുവത്തിൽ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഗൈസ്. ഇത് എല്ലാം ഈവൻലി അപ്ലൈ ചെയ്യുന്നത്, റൂട്ട് തൊട്ട് ടിപ്പ് വരെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല ലെങ്തുള്ള ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ 2 മുട്ട ഒരു ഫുൾ ഏത്തപ്പഴമൊക്കെ ഇട്ടാലും മതിയാവും. നല്ല ക്വാണ്ടിറ്റിയിലെടുത്തിട്ട് ഹെയറിൻ്റെ ടിപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. കാരണം ഈ ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഹെയറിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെയറിൽ ഈ ഡ്രൈനെസ്സൊക്കെ മാറ്റി സ്മൂത്താക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. അപ്പോൾ ടിപ്പിലും യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കും ഹെയർ. ഞാൻ അവസാനം റിസൾട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ നമ്മളെല്ലാം ഈവൻലി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഹെയറിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മേളിൽ വെച്ച് കെട്ടിയിട്ട് നമുക്കൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നമ്മുടെ ബനാന എന്ന് പറയുമ്പോൾ നല്ല ഹൈഡ്രേഷനാണ്. എഗ്ഗ് പ്രോട്ടീനാണ്, അതിൻ്റെ അകത്ത് ന്യൂട്രിയൻസ് എല്ലാം നമുക്ക് ഹെയർ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കും. ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് എഗ്ഗ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മുടെ ഹെയറിന് നല്ലതാണ്. ഫാനിൻ്റെ താഴേക്ക് ആയിരിക്കും പോയിട്ട് ഈ ഹെയർ പാക്ക് ഇട്ടിട്ട് നമുക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഹെയർ പാക്ക് ഹെയറിൽ നല്ലോണം ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാപ്പ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളൊരു ഈ ക്യാപ്പൊന്നും ഇല്ലെങ്കിൽ, ഇത് ഷവർ ക്യാപ്പാണ്, ഈ ക്യാപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു കിറ്റാണെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് ഞാനിത് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി വാഷ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഇതെല്ലാം ഞാൻ ഈ പുറത്ത് നിന്ന് വാഷ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പം പുറത്ത് ഈച്ച പിടിക്കാൻ ചാൻസ് ഉണ്ട്. ബാത്റൂമിലൊക്കെ നിന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈച്ച പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് നിന്ന് വാഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് പുറത്ത് നിന്ന് ഫുള്ളി വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഹെയർ എല്ലാം നല്ല ഡ്രൈ ആയിട്ട് വരുമ്പം നമുക്ക് കാണാം. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഞായറാഴ്ചയൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നത്. അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു ഷാമ്പു അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് അപ്ലൈ ചെയ്തിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഹെയറിൻ്റെ സ്കാൽപ്പിൽ മാത്രമേ ഈ ഷാമ്പു അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് അഴുക്കെല്ലാം കളയുള്ളൂ. ഞാൻ റൂട്ടിലോട്ട് ജസ്റ്റ് ഷാമ്പു അപ്ലൈ ചെയ്യില്ല. ആ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഷാമ്പു ഒന്ന് കഴുകി ഇറക്കുമ്പോൾ അഥവാ നമ്മുടെ ഹെയറിൻ്റെ ടിപ്പിലൊക്കെ ഉള്ള ഓയിലൊക്കെ അതുവഴി വാഷ് ചെയ്ത് പോവും. അല്ലാതെ ഈ ഹെയറിൻ്റെ ടിപ്പിൽ കുറേ പേര് ഇങ്ങനെ ഷാമ്പു ഇട്ട് ഉരസുന്ന പരിപാടി, അത് ഹെയറിനെ നല്ല ഡ്രൈ ആക്കും. സോ അപ്പോൾ ഗൈസ് എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക, ഹെയറിൻ്റെ സ്കാൽപ്പിൽ മാത്രം മസാജ് ചെയ്ത് ഷാമ്പു യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ഇവിടെ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ട് ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കളയുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരു കണ്ടീഷണറോ കേളിംഗ് ജെല്ലോ അല്ലെങ്കിൽ കേളിംഗ് ക്രീമോ അല്ലെങ്കിൽ ഒരു സെറവോ ഒന്നും ഒരു സംഭവവും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ നാച്ചുറലി ഈ ചെയ്യുന്ന പാക്ക് യൂസ് ചെയ്ത് ഇത് കഴുകിക്കളഞ്ഞ് ഒരു ഹെയർ ഡ്രയറും യൂസ് ചെയ്യാതെ നാച്ചുറലായിട്ട് ഡ്രൈ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. എൻ്റെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. സോ ഗൈസ്, അപ്പോൾ നമ്മളിത് എല്ലാം നല്ലോണം കഴുകി കൊടുക്കാം. നല്ല ഉള്ളുള്ള ഹെയർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം യൂസ് ചെയ്താൽ മതിയായിരിക്കും. കാരണം എല്ലാ ആഴ്ചയിലും ഒരു ഞായറാഴ്ചയോ ഏതെങ്കിലും ഒരു ഫ്രീ ആവുന്ന ദിവസം നോക്കി നിങ്ങൾ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് തന്നെ കിട്ടുന്ന ഒരു ഹെയർ പാക്കാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അതുകൊണ്ട് എനിക്ക് മൈക്ക് അറേഞ്ച് ചെയ്യാനും ലൈറ്റ് അറേഞ്ച് ചെയ്യാനും എനിക്ക് ക്യാമറ സ്റ്റാൻഡ് അറേഞ്ച് ചെയ്യാനും ഒന്നും ഇതുവരെ ഒത്തു വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ ആ ലിമിറ്റേഷൻസൊക്കെ ഒന്ന് മനസ്സിലാക്കി കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും ഇങ്ങനെ തോർത്ത് വെച്ച് റബ്ബ് ചെയ്യാൻ പാടില്ല.
ജസ്റ്റ് ഒപ്പിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ നന്നായി ഹെയർ ഒന്ന് സ്ക്വിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കേളി ഹെയർ ആകുമ്പോൾ ഞാൻ കേളിങ് ജെല്ലോ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നമ്മൾ കേളിങ് ജെല്ലോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള കേൾസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു ടർക്കി കൊണ്ടിട്ട് കെട്ടി കൊടുക്കുകയാണ് ഗൈസ്. ഞാൻ ഇവിടെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എങ്ങാണ്ട് മേടിച്ച ടർക്കിയാണ്. ഞാൻ ഇത് മേടിച്ചിട്ടൊരു കൊറോണ ടൈമിൽ മേടിച്ചതാണ് ഗൈസ്. അപ്പോൾ ഇത് നല്ലൊരു ടർക്കിയാണ്. എല്ലാവരും ഇങ്ങനത്തെ ടർക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. നമുക്കിങ്ങനെ കെട്ടിയും വെക്കാൻ പുറകിൽ കുനിയുമ്പോഴൊന്നും താഴെയും പോകത്തില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഹെയർ എല്ലാം ഡ്രൈ ആയിട്ട് നമുക്ക് വരാം ഗൈസ്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഹെയർ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് നല്ല ഹൈഡ്രേറ്റഡ് ഹെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.